ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഫ്രൂട്ടുകൾ കഴിച്ച് നോക്കിയിട്ട് തന്നെ തൈകൾ വാങ്ങാനുള്ള അവസരം കൂടി ഇവിടെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യണ്ട. ഡയറക്റ്റ് ഇവിടെ വരിക, കഴിച്ച് നോക്കുക, തൈകൾ വാങ്ങുക. അതും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ നിങ്ങൾക്ക് തൈകൾ സ്വന്തമാക്കാം കേട്ടോ. NITയുടെ അതേ രൂപത്തിലുള്ള യെല്ലോ അല്ലേ? അതേ രൂപത്തിലുള്ള 18 മതി ഇതൊരു കിലോയ്ക്ക്. ഇത് അത് അത് ഇതിൻ്റെ അടുത്തൊന്നുമല്ല. ഇത് ഞങ്ങൾ വഴി വെച്ച് വിൽക്കുമ്പം ഈ മഞ്ഞയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പോകുന്നത്. ബിസിനസ്സുകാർ കളിപ്പിക്കാൻ വേണ്ടി മഞ്ഞയ്ക്ക് ഡിമാൻഡില്ലെന്ന് പറയും. മലയാളികൾ ഇതിൻ്റെ രുചി നോക്കി വെച്ചാൽ കഴിക്കുകയുള്ളൂ. അതിന് വേറെ ഉണ്ട്, നമ്മൾ മഞ്ഞ അധികം നമ്മളെ മാർക്കറ്റിൽ വരുന്നത് ചെറുതാണ്. ഇത്രയും സൈസുള്ള മഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മളെ മാർക്കറ്റിൽ അധികം വന്നിട്ടില്ല. ഇതിലും വലിയ മഞ്ഞകളൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും രുചിയുള്ളതും മധുരമുള്ളതും. ഇനി അതല്ല, കച്ചവടക്കാരുടെ ഈ വിലയിടിക്കൽ കാരണം പലരും മഞ്ഞകൾ വെട്ടിക്കളഞ്ഞു, നല്ല മഞ്ഞകളൊക്കെ ഉണ്ടായിരുന്നു. ഹായ് ഹലോ, ഇന്ന് നമ്മളുള്ളത് പാലയിലാണ് കേട്ടോ. പാലയിൽ നമ്മളെ അപ്രാംകുട്ടി ചേട്ടൻ്റെ അടുത്താണ് ഉള്ളത്. ഇവിടെ ഒരുപാട് റംബൂട്ടാൻ്റെയും പുലാസാൻ്റെയും വിശേഷങ്ങൾ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ വെറൈറ്റി ഇതാ നമ്മുടെ മേശപ്പുറത്ത് നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏതപ്പോൾ വെറൈറ്റി തന്നെ? സീസറാണ് വരുന്നത് അല്ലേ ഇതൊക്കെ? അപ്പം ഈ ഒരു സീസർ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ? ഇത് 10 കൊണ്ട് 10-12 കായ കൊണ്ടെങ്കിൽ 1 കിലോ വരും. നല്ല മധുരമുണ്ട്, നല്ല ഒരു ബോൾ ഷേപ്പാണോ വരുന്നത്? അതെ. അതായത് ഇവിടെ ആൺമരമുണ്ട്. ഓരോ ആൺമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇച്ചിരി വലിപ്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആൺമരം ഉള്ളിടത്ത് പേടില്ല. പിന്നെ ഇതൊക്കെ ഒരു മിനിമം പഴുപ്പിൽ ചില മരത്തിൻ്റെ പറിക്കണം, അതല്ലെങ്കിൽ കറക്റ്റ് റിസൾട്ട് കിട്ടും. അതെ, ചിലത് കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ അകത്തെ പൾപ്പ് ചുങ്ങിയൊക്കെ പോകും. അതിന് മുമ്പ് ഒരു കറക്റ്റായ ഒരു പഴുപ്പിലാണ് അത് പറിക്കേണ്ടത്. ഓക്കെ, ഇത് കറക്റ്റ് ബോൾ ഷേപ്പിലാണ് വരിക അല്ലേ? അതെ. കണ്ടോ? അല്ല, ചിലത് ചില നീട്ടത്തിലും ചില ഓരോ മരത്തിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ടല്ലേ? ഓക്കെ, റംബൂട്ടാന്റെ ടോട്ടൽ എത്ര വെറൈറ്റീസ് ആണ് നമ്മുടെ അടുത്തുള്ളത്? ഇവിടെ ഇപ്പം ഇവിടെ ഒരു 6 ടൈപ്പ് ഉണ്ട്. 6 വെറൈറ്റീസ് ഉണ്ടല്ലേ? ഇത് റംബൂട്ടാനിലെ ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചു. അപ്പം ഇങ്ങനെ ഒരു പേര് കരുതി വെച്ചേക്കുമായിരുന്നു, സീസർ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉടമ ആഞ്ഞലിമൂട്ടൻ ജോയിച്ചേട്ടനാണ്. അപ്പം നമ്മൾ പറഞ്ഞ നിലവിലുള്ള കിങ് എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലും വലിയ ടോപ്പ് പേരുമുള്ളൂ. അങ്ങനെ സീസറിന് നിർദ്ദേശിച്ച് കുട്ടിച്ചേട്ടൻ ഇട്ടതാണ്. ഞാൻ ആ പേര് പറഞ്ഞു കൊടുത്ത സീസർ. ഓക്കെ. അപ്പോൾ അതായത് ഈ ഒരു പേരിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അപ്പുറം കുട്ടിച്ചേട്ടനിൽ നിന്നാണ്. അപ്പോൾ ഇതല്ലാതെ തന്നെ നമ്മളെ യെല്ലോയിൽ അടിപൊളി വെറൈറ്റീസ് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ യെല്ലോയിൽ തന്നെ 2 വെറൈറ്റീസാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളതല്ലേ? ഇത് ഇങ്ങനെ രോമം ഉള്ള ദീർഘകാലം നിൽക്കുമ്പോൾ ചുവപ്പ് കളറിലേക്ക് വരുന്ന. ഓക്കെ, അതായത് തുടക്കത്തിൽ യെല്ലോ ആണെങ്കിലും പിന്നെ ക്രമേണ അത് ചുവപ്പിലേക്ക് മാറും. അതെ. തൊണ്ടിന് തീരെ കട്ടി കുറവായിരിക്കും. ഇത് നല്ല പഴുപ്പ്. ചിലത് കുരുവെന്ന് വിട്ടുപോരും, ചിലത് പിടിയല. വീട്ടാവശ്യത്തിന് പറഞ്ഞ് മരം വെക്കാൻ നല്ലതാണ്. കൊലപ്പടിയായിട്ടുണ്ടാവും. 30 കൊല കായൊക്കെ ഒരു കൊലയിലുണ്ടാവും. NITയുടെ അതേ രൂപത്തിലുള്ള 18 മതി ഇതൊരു കിലോയ്ക്ക്. ഇത് വളരെ മധുരം, നല്ല കുരുവെന്നും വിട്ടുപോരും. ഈത്തപ്പഴത്തിൻ്റെ കുരു പോലെയാണ്. ഇതൊരു 19 വർഷം മുമ്പ് കണ്ടുപിടിച്ചതാണ്. ഒരു 17-18 കൊല്ലം മുമ്പ് കൊണ്ട് ബഡ് ചെയ്ത് വലിയ മരത്തെ കായ്ച്ചതാണ്. അതായത് ഇതിൻ്റെയൊക്കെ മദർമര ഏതാണ്ട് നമ്മളിവിടെ തന്നെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ട് കഴിച്ച് തൈകൾ ഇപ്പോൾ വാങ്ങാനുള്ള അവസരമുണ്ട്. ഉണ്ട്. ഇതാണ് നമ്മുടെ NITന്റെ യെല്ലോ അല്ലേ? NITയുടെ രൂപത്തിലുള്ള യെല്ലോ, അതായത് NITന്റെ സെയിം ഫീച്ചേഴ്സ്. മധുരം NITനെക്കാളും മധുരം കൂടുതൽ. ഇത് അത് ഇതിൻ്റെ അടുത്തൊന്നുമല്ല. സൈസ് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? ഇതൊരു റാന്നിയിലൊരു 60 വർഷം മുമ്പ് ഉള്ള മരമാണ്, പൂവമ്പലയിൽ. അത് ഈ മഞ്ഞയുടെ മദർമരമാണ്. നല്ല മധുരമാണ്, നല്ല ജ്യൂസായിട്ടുള്ള മധുരമാണ്. ഒരു 6 ദിവസം ഇരുന്നാലും കേടായി പോവുകയില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ മദർമരം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു കയ്യിലിരിക്കുന്ന റെഡ് എന്നാണ്. അതായത് റെഡ് എന്നാണ് ഈ യെല്ലോയിലേക്കുള്ള തുടക്കം. അതെ അല്ലേ? ഈ റെഡ് എവിടെയായിരുന്നു ഇതിൻ്റെ ഒരു ഉത്ഭവം കാര്യങ്ങളൊക്കെ? റാന്നി പൂവമ്പലയിൽ. അവരൊക്കെ മലേഷ്യയിലും പുറത്തൊക്കെ ആയിരുന്നേ. അത് അവിടെ അവർ അന്നത്തെ കാലത്ത് വിത്ത് കൊണ്ടുവന്ന ഏറ്റവും സൂപ്പർ പഴങ്ങളായിരുന്നു ഈ ഫിലിപ്പ് സാറിൻ്റെ അവിടെ പൂവമ്പലയിൽ. അപ്പോൾ സാറ് പറഞ്ഞു തന്നതാണ് ഈ മഞ്ഞ, ഈ ചുമലയുടെ കുരു അയലോക്കത്തെ പറമ്പിൽ നട്ട് അവരുണ്ടായതാണ്. അതായത് കുരുവിൽ നിന്ന് വധഭേദം വന്നിട്ട് അതെ രൂപകൽപ്പപ്പെട്ട് വന്നാണ് ഇപ്പൊ ഈ യെല്ലോ. ഇപ്പൊ നമ്മൾ ഈ യെല്ലോന്റെ തൈകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമ്പോ കിട്ടുന്നത് മൊത്തം യെല്ലോകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ അങ്ങനെ തന്നെ കിട്ടും, സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ഞങ്ങൾ വഴി വെച്ച് വിൽക്കുമ്പം
ഈ മഞ്ഞയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പോകുന്നത്. ബിസിനസ്സുകാർ കളിപ്പിക്കാൻ വേണ്ടി മഞ്ഞയ്ക്ക് ഡിമാൻഡ് ഇല്ലെന്ന് പറയും. അത് സത്യത്തിൽ മലയാളികൾ വേറൊരു കാര്യം മലയാളികൾ ഇതിൻ്റെ രുചി നോക്കി വെച്ചാൽ കഴിക്കുകയുള്ളൂ. അതിന് വേറെ കാര്യമുണ്ട്. നമ്മൾ മഞ്ഞ അധികം നമ്മളെ മാർക്കറ്റിൽ വരുന്നത് ചെറുതാണ്. ആ. ഇത്രയും സൈസുള്ള മഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മളെ മാർക്കറ്റിൽ അധികം വന്നിട്ടില്ല. ഇതിലും വലിയ മഞ്ഞകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും രുചിയുള്ളതും മധുരമുള്ളതും. ഇനി അതല്ല, കച്ചവടക്കാരുടെ ഈ വിലയിടിക്കൽ കാരണം പലരും മഞ്ഞകൾ വെട്ടിക്കളഞ്ഞു. നല്ല മഞ്ഞകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിന്ന് കണ്ടിട്ടുള്ള യെല്ലോ N80ക്ക് തുല്യമായിട്ടുള്ള യെല്ലോൻ്റെ തൈകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് സെയിം തൈകളാണ്. അപ്പോൾ ഏറ്റവും ഗുണനിലവാരത്തിൽ ഈ യെല്ലോൻ്റെ തൈകൾ നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടും കിട്ടും ചെയ്യും. അപ്പോൾ നമ്മുടെ സീസർ കേട്ടോ, റെഡിലെ സീസറിൻ്റെ 8-10 കവറിൽ വരുന്ന തൈകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മളെ പാലയിലുള്ള അപ്രാൻകുട്ടി ചേട്ടൻ്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടു. അപ്പോൾ ഈ ഒരു 8-10 മാത്രമല്ല, ഇതിൻ്റെ തൊട്ട് വലുത് വേണോ അതും ഇവിടെ തയ്യാറാണ്. 10-14 കേട്ടോ എൻ്റെ ഐറ്റമൊക്കെ വരുന്ന സീസർ എന്ന് പറഞ്ഞ എൻ്റെ ഐറ്റ് വരുന്ന റംബൂട്ടാൻ്റെ വെറൈറ്റീൻ്റെ തൈ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് നിങ്ങളെ വീട്ടിലും അടിപൊളി റിസൾട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കഴിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു വെറൈറ്റി ആയിരുന്നു N80ൻ്റെ ഡിറ്റോ. അതായത് N80 പറഞ്ഞാൽ നമ്മൾ റെഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഡിറ്റോ അതേ ഒരു സൈസും അതേ ഒരു ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാം. ഫീച്ചേഴ്സ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുവിനോട് വിട്ടു നിൽക്കുന്ന ആ ഒരു യെല്ലോൻ്റെ 10-14 സൈസിൽ വരുന്ന കവർ സൈസിലുള്ള തൈകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ തൈകൾ വാങ്ങാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ റംബൂട്ടാൻ്റെ ഒട്ടനവധി വെറൈറ്റികൾ ഇതാ നമ്മുടെ ഈ ഒരു പാലയുള്ള അപ്രാൻകുട്ടി ചേട്ടൻ്റെ ഈ തോട്ടത്തിലുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി ഒരു റിസൾട്ടാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മദർ മരത്തുമെന്ന് കഴിച്ചുകൊണ്ട് തൈകൾ വാങ്ങാനുള്ള അവസരം കൂടി ഉണ്ട്.